ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കെ-സ്മാർട്ട് പദ്ധതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഏപ്രിൽ 10 മുതൽ സേവനങ്ങൾ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 2024 ജനുവരി 1 ആരംഭിച്ച് 94 നഗരങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സംവിധാനം വ്യാപിക്കുന്നതോടെ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും കെ-സ്മാർട്ട് സേവനങ്ങൾ ലഭ്യമാകും. ഓരോ സേവനത്തിനും 5ഉം 10ഉം രൂപ വീതം ഡിജിറ്റൽ ചെലവായി ഈടാക്കാനും തീരുമാനമായി. വിവിധ രേഖകൾക്കുള്ള തുകയൊഴിച്ച് ഇതുവരെ കെ-സ്മാർട്ട് സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കിയിരുന്നില്ല. കെ-സ്മാർട്ട് പദ്ധതി നിലവിൽ വന്നതിനു ശേഷം 1709 കോടി രൂപയാണ് സർക്കാരിന് ഇതിലൂടെ ലഭിച്ചിട്ടുള്ളത്. 2025 ഫെബ്രുവരി 13 വരെയുള്ള കണക്കുകൾ പ്രകാരം 23.12 ലക്ഷം ഫയലുകൾ ഇതിലൂടെ തീർപ്പാക്കി. ആകെ ലഭിച്ച അപേക്ഷകളുടെ 75.6% വരുന്നതാണ് ഈ കണക്കുകൾ. ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് കെ-സ്മാർട്ട് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ജനന മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് കുറഞ്ഞത് 7 ദിവസമാണ് നിലവിൽ വേണ്ടത്. കെ-സ്മാർട്ടിലൂടെ അതേ സേവനം വെറും 25 മിനിറ്റിനുള്ളിൽ ലഭ്യമാക്കാനാകും. ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ്, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ നികുതി, വ്യാപാര ലൈസൻസ്, വാടക, പാട്ടം, തൊഴിൽ നികുതി തുടങ്ങിയ നിരവധി സേവനങ്ങൾ കെ-സ്മാർട്ട് വഴി ലഭ്യമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനന മരണ രജിസ്ട്രേഷൻ നടപടി ക്രമങ്ങൾ രജിസ്ട്രാറുടെ ഉത്തരവാദിത്തം. എന്നാൽ 21 ദിവസത്തിനുള്ളിൽ വിവരം റിപ്പോർട്ട് ചെയ്യാം. 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമം അടിസ്ഥാനമാക്കിയാണ് ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് എവിടെ വെച്ച് സംഭവിച്ചാലും രജിസ്റ്റർ ചെയ്യപ്പെടണം. രജിസ്റ്റർ ചെയ്യാത്ത ജനനത്തിനോ മരണത്തിനോ സർട്ടിഫിക്കറ്റ് നൽകാൻ നിയമമില്ല. പ്രത്യേക സ്ഥലത്ത് വെച്ച് നടന്നാലേ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ എന്ന നിയമം അനുശാസിക്കുന്നില്ല. വീട്ടിലാണ് പ്രസവം നടക്കുന്നതെങ്കിൽ ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിലൊരാൾ ഈ വിവരം തൊട്ടടുത്തുള്ള രജിസ്ട്രേഷൻ യൂണിറ്റിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണം. മറ്റു വിവരങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അതത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ്. രജിസ്ട്രേഷന് മാതാപിതാക്കൾ നേരിട്ടെത്തണമെന്നില്ല. 21 ദിവസത്തിനുള്ളിൽ ഫോം നമ്പർ 1 വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓൺലൈനായും ചെയ്യാനാകും. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതനുസരിച്ച് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള H1B വിസയുടെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പണായി. വിസ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന കാലാവധി മാർച്ച് 24 വരെയാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ പോർട്ടൽ വഴി വിസ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ പ്രോസസ്സിംഗിന് ആവശ്യമായ ഫീസും ഈ സമയത്തു തന്നെ അടയ്ക്കണം. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യവും ബിരുദവും ഉള്ളവർക്ക് വിസയ്ക്കായി അപേക്ഷിക്കാം. IT, സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഹെൽത്ത് കെയർ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഫിനാൻസ്, അക്കൗണ്ടിംഗ് മേഖലയിലുള്ളവർ, ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, റിസർച്ച് മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം H1B വിസയ്ക്ക് അപേക്ഷിക്കാം. ഒരു വർഷം 85,000 വിസകൾ മാത്രമാണ് അനുവദിക്കുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഓൺലൈൻ പോർട്ടലിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രജിസ്ട്രേഷൻ കാലയളവ് മാർച്ച് 7 മുതൽ മാർച്ച് 24 വരെയാണ്. രജിസ്ട്രേഷൻ ഫീസ് ഓരോ ഗുണഭോക്താവിനും $215 വീതമാണ്. തിരഞ്ഞെടുത്തവരെ 2025 മാർച്ച് 31 വിവരമറിയിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് ഓഫ് ഇന്ത്യ 400 അപ്രന്റീസ് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷകർ ബാങ്ക് ഓഫ് ഇന്ത്യ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാർച്ച് 15 മുൻപായി അപേക്ഷിക്കണം. 800 രൂപയും GSTയുമാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് 400 രൂപയും GSTയുമാണ് ഫീസ്. കുറഞ്ഞ പ്രായപരിധി 20 വയസ്സും പരമാവധി പ്രായപരിധി 28 വയസ്സുമാണ്. ചട്ടപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്.